السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, നമുക്കറിയാം ഏറ്റവും സങ്കടകരമായ ഒരു വേളയിലൂടെയാണ് നമ്മളൊക്കെ കഴിഞ്ഞു പോകുന്നത്. മുഹറം തുടക്കത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഖുറത്തു സദാത്ത് സയ്യിദ് ഫസൽ കോയമ്മത്തങ്ങൾ ഖുറാത്തങ്ങൾ നമ്മെ വിട്ടു പിരിഞ്ഞു. കഴിഞ്ഞ ദിവസം വളപട്ടണം ഖാദി എന്റെ ഉമ്മയുടെ ജ്യേഷ്ഠൻ സയ്യിദ് അഹ്മദ് ജലാലുദ്ദീൻ ബുഖാരി നവറല്ലാഹു മർഖദ നമ്മെ വിട്ടു പിരിഞ്ഞു. ആലിമീങ്ങളും സയ്യിദന്മാരും പണ്ഡിതന്മാരും ഒക്കെ നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ കേവലം നഷ്ടമാകുന്നത് ഒരു മനുഷ്യൻ മാത്രമല്ല, മറിച്ച് ഒരുപാട് കാലത്തെ അനുഭവങ്ങളുള്ള ഒരുപാട് ആലിമീങ്ങളുടെ കീഴിൽ പഠിച്ചിരിക്കുന്ന സയ്യിദന്മാരും ആലിമീങ്ങളും ഇൽമുമാണ് നമ്മിൽ നിന്ന് വിട പറയുന്നത്. ഖിയാമത്ത് നടക്കുന്ന സമയത്ത് ആലിമീങ്ങൾ കുറഞ്ഞു വരും, ആത്മാർത്ഥതയുള്ള പണ്ഡിതന്മാരൊക്കെ കുറഞ്ഞു വരുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. രണ്ട് സയ്യിദന്മാരും അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളുമായി വളരെയധികം കുടുംബ ബന്ധവും എല്ലാ രീതിയിലും ബന്ധമുള്ള സയ്യിദന്മാരാണ്. പ്രത്യേകിച്ച് സയ്യിദ് അഹ്മദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ എന്റെ ഉമ്മയുടെ ജ്യേഷ്ഠനാണ്. ബഹുമാനപ്പെട്ടവര് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടപ്പോൾ വലിയ സങ്കടകരം എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരുപാട് ആലിമീങ്ങളും സയ്യിദന്മാരും പണ്ഡിതന്മാരും ഒക്കെ അവിടെ എത്തി. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ ഉസ്താദും അവിടെ വന്നു നിസ്കാരത്തിന് നേതൃത്വം നൽകി. അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂറൊന്നും സംസാരിച്ചാൽ മതിയാവുകയില്ല. അതേപോലെ തന്നെയാണ് ഖുറാത്തങ്ങളും. നമ്മുടെ സ്ഥാപനം തുടങ്ങിയപ്പോൾ അൽഹംദുലില്ലാഹ് ആദ്യമായി നമ്മുടെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടകനായത് ബഹുമാനപ്പെട്ട സയ്യിദുകളാണ്. പുതിയ സ്ഥാപനത്തിന്റെ ചർച്ചയുമായി അവരെ കാണാൻ പോയപ്പോഴും അൽഹംദുലില്ലാഹ് പൂർണ്ണമായ പിന്തുണയും ദുആയും എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും തങ്ങളുടെ ഉസ്താദിന്റെ കയ്യിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ വിധി അലംഘനീയമാണ്, ആർക്കും തടയാൻ സാധിക്കുകയില്ല. റബ്ബ് തീരുമാനിച്ചേ ലോകത്ത് നടക്കുകയുള്ളൂ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ഈ ലോകത്ത് നമ്മുടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ സയ്യിദവറുകൾ അത്രമാത്രം നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ബഹുമാനപ്പെട്ട ഖുറാത്തങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അധികമൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വളരെയധികം വിനയമുള്ള, എല്ലാ രീതിയിലും ഒരു സയ്യിദിന്റെയോ അല്ലെങ്കിൽ ഒരു വലിയ പണ്ഡിതന്റെയോ യാതൊരുവിധ ലക്ഷണവുമില്ലാത്ത വളരെ സാധുവായി നടക്കുന്ന സയ്യിദവറുകളാണ് ഖുറാത്തങ്ങൾ. അതേപോലെ തന്നെയാണ് ജലാലുദ്ദീൻ തങ്ങൾ. ചെറുപ്പമെന്നോ കുട്ടികളെന്നോ പ്രായമായവരെന്നോ നോക്കാതെ എല്ലാവരെയും അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന സഹായിക്കുന്ന ഒരു പ്രകൃതമുള്ളവരാണ് സയ്യിദ് അഹ്മദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ. നമ്മൾ കോയക്കാക്ക എന്ന് വിളിക്കുന്നു. ഇന്നും നമ്മുടെ കുടുംബത്തിലും ആ നാട്ടിലും അവരുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളിലും ഇന്നും ചിന്തിക്കുന്നതിന്റെ അപ്പുറത്താണ് സയ്യിദുകളുടെ വിയോഗം. ഇന്നലെ രാത്രി ഖബറിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് പല ആളുകളും രാത്രി 1:30 മണി 2 മണി സമയത്ത് പോലും അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവരെ കുറിച്ച് സംസാരിക്കാനുണ്ട്. വളരെ വിനയമുള്ള സയ്യിദുകളായിരുന്നു. നമ്മളുമായി എന്തെന്നില്ലാത്ത ബന്ധം. അലവി അക്കാദമിയുടെ അഡ്വൈസറി ബോർഡ് ചെയർമാനും കൂടിയായിരുന്നു. ആദ്യം ബഹുമാനപ്പെട്ട സയ്യിദ് ഹാമിദ് കോയമ്മത്തങ്ങൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു. അതിനുശേഷം നമ്മുടെ സയ്യിദവറുകളാണ് ചെയർമാനായത്. അദ്ദേഹവും നമ്മിൽ നിന്ന് വിട പറഞ്ഞു. അങ്ങനെ വലിയ മഹത്തുക്കളായ പണ്ഡിതന്മാരും ആലിമീങ്ങളും സയ്യിദന്മാരും നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ എന്തെന്നില്ലാത്ത സങ്കടമുണ്ട്. ഏറ്റവും അധികം
ആലിമീങ്ങളും സയ്യിദന്മാരും വഫാത്താകുന്ന കാലം വരുമ്പോൾ ഖിയാമത്ത് നാളിനെ ഭയക്കണമെന്ന് പഠിപ്പിച്ച ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കുകൾ ഇന്നും ഓർക്കുകയാണ്. ഇന്നും നമ്മുടെ കുടുംബം റിക്കവർ ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പ്രതീക്ഷിക്കാതെ അന്ന് രാത്രി പോലും തങ്ങൾ വീട്ടിലേക്കും കുടുംബത്തിലേക്കൊക്കെ വിളിച്ച് സംസാരിച്ചു. എന്ത് സംസാരിക്കുമ്പോഴും പറയുമ്പോഴും മരണത്തെക്കുറിച്ച് പറയുന്നവരായിരുന്നു, മരണത്തെ ഓർക്കുന്നവരായിരുന്നു. മരണസ്മരണ ധാനമാണ് എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ഇപ്പോഴും ഓർക്കുകയാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തന്റെ സ്വന്തം ഖബർ അവിടെ കെട്ടിവെച്ച് ഞാൻ മരിച്ചാൽ ഇവിടെ എന്നെ ഖബറടക്കണമെന്ന് പറഞ്ഞതും സയ്യിദ് അഹ്മദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളാണ്. ഇന്ന് ആ നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബക്കാർക്കും ആ നാടുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും സയ്യിദ് അഹ്മദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഒരാൾക്ക് പോലും വളവട്ടണം ഖാദി തങ്ങളെ കുറിച്ച് കുറ്റങ്ങൾ പറയാനുണ്ടാവുകയില്ല. ആരോടും എതിർത്ത് സംസാരിക്കുകയോ മോശവാക്ക് പറയുകയോ സങ്കടപ്പെടുത്തുകയോ വേദനിക്കുന്ന വാക്കുകൾ പറയുകയോ ചെയ്യാത്ത സയ്യിദ് അവറുകളാണ് വളവട്ടണം ഖാദി സയ്യിദ് അഹ്മദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളും പ്രത്യേകിച്ച് രണ്ടാളുകളും വലിയ നഷ്ടം തന്നെയാണ്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള വലിയ 2 മഹത്തുക്കൾ വിട പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പായി കൊടുക്കുമാറാകട്ടെ. എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ അസ്മാഉൽ ബദറിന്റെയും മഹാന്മാരുടെയും ബർക്കത്ത് കൊണ്ട് അല്ലാഹു എല്ലാ രീതിയിലും എല്ലാ ബുദ്ധിമുട്ടും അകറ്റി അത് ആ മണിയറയെ കൊടുക്കുമാറാകട്ടെ. എല്ലാ രീതിയിലും സന്തോഷവും സമാധാനവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് അവർക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. നമുക്ക് വേണ്ടി ജീവിച്ച മഹാന്മാരാണ്. എല്ലാ സംഭവങ്ങളും എല്ലാ അസുഖങ്ങളും തിരിച്ചുകൊണ്ട് ഇൽമിന് വേണ്ടിയും ആലിമീങ്ങൾക്ക് വേണ്ടിയും സദാത്തിങ്ങൾക്ക് വേണ്ടിയും മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടിയും ഒരുപാട് അധ്വാനിച്ച മഹത്തുക്കളാണ്. യാത്രകൾ ചെയ്തും വല്ലാതെ വിഷമിച്ചവരാണ്. ഏത് പ്രതിസന്ധിയിലും സങ്കടകരമായ ആഫിയത്തുള്ള സിറ്റുവേഷനിലും എത്ര ദൂരത്താണെങ്കിലും ഇൽമിന് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദൂരയാത്ര ചെയ്യുന്നവരാണ് 2 സയ്യിദന്മാർ. പൊയ്ത്തുംകടവിൽ നൂറുൽ ഹുദ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ അങ്കണത്തിലെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഇന്ന് അവിടെ കിടക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഭാഗ്യം നൽകിയവരാണ് 2 പേർ. വലിയ തൗഫീഖ് നൽകിയവരാണ്. ലക്ഷക്കണക്കിന് തഹ്ലീലുകളും സ്വലാത്തുകളും ദിക്റുകളും യാസീനും ഖത്മുകളും അവർക്ക് വേണ്ടി ഓതാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകളെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. നാളെ നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് വേണ്ടി നിസ്കരിക്കാനും നമുക്ക് വേണ്ടി ഓതാനും നമുക്ക് വേണ്ടി ഹദിയ ചെയ്യാനും നമുക്ക് വേണ്ടി സ്വതക്ക ചെയ്യാനും ആരൊക്കെ ഉണ്ടാകുമെന്നറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരണവും നല്ല റാഹത്തുള്ള സന്തോഷമുള്ള മരണമാക്കി തരുമാറാകട്ടെ. അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അവർക്ക് വേണ്ടി തഹ്ലീലുകൾ ചൊല്ലുക, അവർക്ക് വേണ്ടി ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുക, അവരുടെ പേരിൽ സ്വതകകൾ ചെയ്യുക, യാസീനുകളും മറ്റുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്ന് മാത്രമേ നമ്മളെ കൊണ്ട് ഇപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 24 മണിക്കൂറും സാധിക്കുമെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു മനുഷ്യന്റെ കുറവ്, ഒരു സാധാരണക്കാരന്റെ കുറവ് പോലെയല്ല ഒരു പണ്ഡിതൻ മരിക്കുമ്പോൾ, ഒരു പണ്ഡിതന്റെ കുറവ് പോലെയല്ല ഒരു പണ്ഡിതനും ആലിമും സയ്യിദുമായ ഒരാൾ മരിക്കുമ്പോൾ. 2 ആളുകളാണ് 2 ദിവസം കൊണ്ട് മരണപ്പെട്ടു പോയത്. അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, അവരുടെ ചിന്തയിലുള്ള കാര്യങ്ങൾ, അവർക്കുണ്ടായിരുന്ന ഇൽമ്, അവർക്കുണ്ടായിരുന്ന കുടുംബം, അവരുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇന്ന് അനാഥമാണ്, ശൂന്യമാണ്. അവർക്കൊരു പകരം വെക്കാൻ ഇനി പണ്ഡിതന്മാരുണ്ടാകുമോ, ആലിമീങ്ങൾ ഉണ്ടാകുമോ എന്ന് അത്ഭുതകരമായ സംഭവമാണ്. സാധ്യത വളരെ കുറവാണ്. ഒരിക്കലും ഒരു മനുഷ്യന്റെ ഒരു വിടവ് നികത്താൻ പലർക്കും സാധിക്കുകയില്ല. എന്നും സയ്യിദ് ഹാമിദ് കോയമ്മത്തങ്ങളുടെ മരണം ഒരു വലിയ വിടവായി കണ്ണൂർ ജില്ല അനുഭവപ്പെടുന്നുണ്ട്. നമ്മുടെ ട്രസ്റ്റിന്റെയും നമ്മുടെ സ്ഥാപനത്തിന്റെയും നമ്മുടെ എല്ലാമായ 2 സയ്യിദന്മാരായിരുന്നു സയ്യിദ് ഹാമിദ് കോയമ്മത്തങ്ങൾ മാട്ടൂലും സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളും ഖുറാത്തങ്ങളും ഹൈദരലി ശിഹാബ് തങ്ങളും. ഇങ്ങനെ വരുന്ന ഒരുപാട് സയ്യിദന്മാർ നമ്മുടെ ട്രസ്റ്റിന്റെ ഭാഗമായ സ്ഥാപനത്തിന്റെ ഭാഗമായ ആളുകളാണ്.
ഇന്ന് നമ്മിൽ നിന്നും എല്ലാവരും വിട്ടുപിരിഞ്ഞിരിക്കുന്നു. അള്ളാഹു എല്ലാവരുടെയും ഖബർ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ പോലെ തന്നെ നമുക്ക് നമ്മുടെ സ്ഥാപനത്തെയും പള്ളികളെയും ദർസുകളെയും വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകണം. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളൊക്കെ അവസാനം മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യവും അത് തന്നെയാണ്. നിങ്ങൾ ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കുക, നിങ്ങൾ എപ്പോഴും ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കുക, കുടുംബത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും ഉണ്ടാക്കുക, എപ്പോഴും റാഹത്തായി ജീവിക്കുക. ബഹുമാനപ്പെട്ട ഖുറാത്തുകളിൽ അവസാനം ഞാൻ കാണുന്ന സമയത്ത് തങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ സ്ഥാപനവുമായി മുന്നോട്ട് പോയിക്കോളൂ, ഇൻഷാ അല്ലാഹ് എന്തായാലും വിജയമുണ്ടാകും. തങ്ങൾ ഉസ്താദിന്റെ വാക്ക് ഇന്നും എന്റെ മനസ്സിൽ അലയടിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മിൽ നിന്നും വിട പറഞ്ഞ ഒരുപാട് അലിമീങ്ങളും സയ്യിദന്മാരും. ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ എന്ന് പറയുന്നത് എന്റെ ഉമ്മയുടെ സ്വന്തം ജ്യേഷ്ഠനാണ്. ഇന്നലെ നമ്മുടെ കുടുംബക്കാരെല്ലാവരും അവിടെ ചെന്ന് തങ്ങൾ ഉസ്താദിന്റെ മുഖം കണ്ടപ്പോ, ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ ബുഖാരി തങ്ങളെ ഇക്കാക്കാന്റെ മുഖം കണ്ടപ്പോ എന്തെന്നില്ലാത്തൊരു സങ്കടം. ഒരിക്കലും ഈ അടുത്ത കാലത്ത് തങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇക്കാക്കാക്ക് വേണ്ടിയിട്ട് പടച്ചോനെ ഈ ഖബറിനെ വിശാലമാക്കണേ എന്ന് ദുആ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ അള്ളാഹുവിന്റെ വിധി അത് അലംഘനീയമാണ്. ആർക്കും അത് തടുക്കാൻ സാധിക്കുകയില്ലല്ലോ. ഇന്നലെ ഇക്കാക മരിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ മരിക്കണം. ഏതായാലും എല്ലാവരും മരിക്കണം. പക്ഷെ മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കാൻ സാധിക്കുക, ആഖിബത്ത് നന്നായി മരിക്കാൻ സാധിക്കുക എന്നത് വലിയൊരു തൗഫീഖാണ്. ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ ബുഖാരി തങ്ങളൊക്കെ മയ്യത്ത് കൊണ്ടുവരുന്ന സമയത്ത് മർക്കസിലെത്തിയിട്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താൻ ഉലമാ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ജമാഅത്ത് നടന്നു. വീട്ടിലെത്തിയിട്ട് കക്കുളങ്ങരപ്പള്ളി ഒരുപാട് സയ്യിദന്മാരും ആലിമീങ്ങളും കിടന്നുറങ്ങുന്ന മണ്ണാണ്. ആ മണ്ണിൽ വെച്ച് ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ തന്നെ അവിടെ ജമാഅത്ത്, അവിടെ നിസ്കാരം നടന്നു. അതിനുശേഷം വീട്ടിൽ കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ ബദ്റുസ്സദാത്ത് ഖൈൽ ബുഖാരി തങ്ങൾ ഉസ്താദിന്റെ കീഴിലും ജമാഅത്ത് നടന്നു. അതിനുശേഷം വീണ്ടും പൊയ്ത്തുക്കടവ്, അവിടെയും നിസ്കാരം നടന്നു. ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളെ പേരിൽ നിസ്കരിച്ചു. അതിനുശേഷം ഇപ്പോഴും ഒരുപാട് തഹ്ലീലുകളും ദിക്റുകളും സ്വലാത്തുകളും ഒരുപാട് യാസീനും ഖത്മുകളും അവർക്ക് വേണ്ടി ഓതിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട എല്ലാവരും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നത് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കുറച്ച് തഹ്ലീലുകളും ദിക്റുകളും ചൊല്ലി നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയി എല്ലാവരുടെയും ഖബർ സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പായി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. ഇൻഷാ അല്ലാഹ് കുറച്ച് തഹ്ലീലുകളും ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലി നമുക്ക് പിരിയാം ഇൻഷാ അല്ലാഹ്. جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله استغفروا ربكم إنه كان غفارا أستغفر الله العظيم 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 أستغفر الله العظيم
أستغفر الله العظيم من كل ذنب وخطيئة وأتوب إليه. الله 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 الله. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. 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 حسبنا الله ونعم الوكيل نعم المولى ونعم
النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله إن شاء الله കുറച്ച് സ്വലാത്തുകൾ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على
سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. واضرب لهم مثلا أصحاب القرية إذ جاء المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. قالوا طائركم معكم إن ذكرتم بل أنتم قوم مسرفون. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة يبدل الرحمن بذنب لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين. إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون. يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من
نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالرجل القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نعرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلهين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أهل إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويهق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم
نعلم ما يسرون وما يعلنون أولم يروا الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضربنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله العلي العظيم صدق رسول النبي الكريم إن شاء الله الله سبحانه وتعالى നമ്മൾ ഓതിയതും ചെറിയതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. മഹാന്മാരെ പറക്കത്ത് കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ അവരൊക്കെ ഖബറിലേക്കുള്ള എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. വിശിഷ്യ ബഹുമാനപ്പെട്ട ഖാദിത്തങ്ങൾ ഖുറാത്തങ്ങൾ അല്ലാഹുവൊക്കെ ഖബറിലേക്ക് നമ്മുടെ ഇതിന്റെ മെസ്ലഹ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന സയ്യിദ് അബ്ദുൽ ഖാദിർ അലവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് ഹാമിദ് കോയ മത്തങ്ങൾ ഇങ്ങനെ വരുന്ന നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് സദാത്യങ്ങൾ ആലിമീങ്ങൾ എല്ലാവരുടെയും ഖബറിലേക്ക് അല്ലാഹു യാസീന്റെയും തഹ്ലീലിന്റെയും ബാക്കിയുള്ള ഇസ്തിഗ്ഫാറിനൊക്കെ മെസ്ലഹ എത്തിച്ചു കൊടുത്തു. എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിമിഷം തന്നെ അല്ലാഹുവൊക്കെ അകറ്റി കൊടുത്തു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തർബിയത്ത് ലഭിക്കുന്ന ഖബറിൽ ഇതൊക്കെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്കറിയാം ദിക്റുസ് സ്വാലിഹീന കഫാറത്തുൽ ലിദ്ദുനൂബ്, സജ്ജനങ്ങളായ ആളുകളെ അനുസ്മരിക്കൽ പാപങ്ങളെ പൊറുപ്പിക്കുന്നതാണ്. ആലിമീങ്ങളെയും സയ്യിദന്മാരെയും നല്ല നല്ല മനുഷ്യരെയും അവരെയൊക്കെ അനുസ്മരിക്കുക, അവർക്ക് വേണ്ടി ദിക്റ് ചൊല്ലുക, അവരെയൊക്കെ ഓർക്കുക എന്നുള്ളത് നമ്മുടെ പാപങ്ങളും പൊറുക്കാൻ കാരണമാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാരെ നിങ്ങൾ ആദരിക്കുക, ബഹുമാനിക്കുക. കാരണം അവർ ഭൂമിയിലെ നക്ഷത്രങ്ങളാകുന്നു. അവരെന്താണ്? അവർ ഭൂമിയിലെ നക്ഷത്രങ്ങളാകുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അവരോട് പൂർണ്ണമായ ആദരവും സ്നേഹവും ബഹുമാനവും ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ യാസീൻ ഓതിയവരുണ്ട്, തഹ്ലീൽ ചൊല്ലിയവരുണ്ട്, ഇസ്തിഗ്ഫാർ ചൊല്ലിയവരുണ്ട്, ഖത്മുകൾ പൂർത്തിയാക്കി അറിയിച്ച ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഹദിയ ചെയ്തുകൊണ്ട് നമുക്ക് ദുആ ചെയ്യണം. നമ്മുടെ അലവി അക്കാദമിയിൽ ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട പല ആളുകളും രണ്ട് സയ്യിദന്മാരുടെയും പേരിൽ പല കാര്യങ്ങളും ഹദിയ ചെയ്തിട്ടുണ്ട്. സഖബ എന്ന് പറയുന്ന നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളാണ്, ബാലവി റിച്വൽ വിഭാഗത്തിലുള്ളവരും
നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സ്നേഹിക്കുന്ന സഹകരിക്കുന്ന ഒരുപാട് ആളുകൾ പലരും പല ഹദിയകളും ചെയ്തിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. മഹാന്മാരെ ബറക്കത്ത് കൊണ്ട്, ആലിമീങ്ങളെ ബറക്കത്ത് കൊണ്ട്, സയ്യിദന്മാരെ ബറക്കത്ത് കൊണ്ട് നമ്മയൊക്കെ അല്ലാഹു ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞ ആലിമീങ്ങളും സയ്യിദന്മാരും നമുക്കെപ്പോഴും തീരാ നഷ്ടങ്ങളാണ്. ഒരിക്കലും അവർക്ക് പകരം വെക്കാൻ മറ്റാരും നമുക്കുണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രീതിയിലും നമുക്കെല്ലാം വലിയ ക്ഷമ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ ഏറ്റവും കൂടുതൽ സങ്കടകരമായ കാര്യങ്ങളാണ്, എപ്പോഴും മനസ്സിൽ വിഷമങ്ങളുള്ള കാര്യങ്ങളാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഹിമ്മത്ത് നൽകണം റഹ്മാനേ. ഇതൊക്കെ സഹിക്കാനുള്ള ക്ഷമ ഞങ്ങൾ നൽകണം അല്ലാഹ്. ആ കുടുംബത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും വലിയ സങ്കടത്തിലാണ്. പല ആളുകളും ഇന്നും റിക്കവർ ആയിട്ടില്ല. ചിന്തിക്കുന്നതിന്റെ അപ്പുറത്താണ് പല സങ്കടം. അല്ലാഹുവേ റഹ്മാനും റഹീമായ അല്ലാഹ്, പെട്ടെന്നുള്ള മരണത്തെ തുടങ്ങി ഞങ്ങളെയൊക്കെ നീ കാത്തുരക്ഷിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മരണം നല്ല സന്തോഷമുള്ള മരണമാക്കണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയണം ഇൻഷാ അല്ലാഹ്. സയ്യിദന്മാർക്ക് വേണ്ടിയും ആലിമീങ്ങൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് ഒരുപാട് സമയം നമുക്ക് ചെലവഴിക്കേണ്ടതുണ്ട്. അത് വലിയ തൗഫീഖുള്ള കാര്യം തന്നെയാണ് ഇൻഷാ അല്ലാഹ്. ഏതായാലും ഈ പരിപാടി ഒരുപാട് സമയം വൈകിപ്പിക്കുന്നില്ല. പല പരിപാടികളും മജ്‌ലിസുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ചെറിയൊരു ദുആ ചെയ്തുകൊണ്ട് നമുക്ക് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم اغفر لنا ذنوبنا وخطايانا كلها. اللهم اغشنا وجبرنا واهدنا للصالح الأعمال والأخلاق. إنه لا يهدي للصالحها ولا يسلم سيئها إلا توفنا مسلمين والحقنا بالصالحين. അല്ലാഹു റഹ്മാനും റഹീമായ അല്ലാഹ്, നിങ്ങൾ ഒരുമിച്ച് കൂടിയത് നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹു, ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പുറത്തു മാപ്പാക്കണം അല്ലാഹ്. അല്ലാഹു റഹ്മാനും റഹീമായ അല്ലാഹ്, ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് നിനക്ക് എന്തിനാണെന്ന് അറിയാമല്ലോ റഹ്മാനെ. ഞങ്ങൾ മരണപ്പെട്ടു പോയ രണ്ട് സയ്യിദന്മാർ, ബഹുമാനപ്പെട്ട ഖുറാത്തുകളെ വളവട്ടം ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ, അല്ലാഹു ഖബറിനെ വിശാലമാക്കണം റഹ്മാനെ. സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പാക്കണം അല്ലാഹ്. അല്ലാഹുവേ, അവരെ കൊണ്ട് വലിയ ഖൈറും ബറക്കത്തും ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവിന്റെ തർബീയത്ത് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ശാരീരികമായി വിട്ടുപിരിഞ്ഞുവെങ്കിലും റബ്ബേ, അവരുടെ എപ്പോഴും സഹായവും സന്തോഷവുമുള്ള നല്ല നല്ല മജ്‌ലിസുകൾ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ റഹ്മാനും റഹീമായ അല്ലാഹ്, ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെ ഖബറിനെ സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പാക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ സ്ഥാപനത്തിൽ പല ആളുകളും അവർക്ക് വേണ്ടി ചൊല്ലിയവരുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ നിസ്കരിച്ചവരും അതിനുവേണ്ടി പല കാര്യങ്ങളും ചെയ്ത് ഹദിയ ചെയ്ത് റഹ്മാനെ നീ സ്വീകരിക്കണം റഹ്മാനെ. നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവിനെ തട്ടിക്കളയല്ല അല്ലാഹ്. അല്ലാഹുവേ റഹ്മാനും റഹീമായ അല്ലാഹ്, ഇത്രയും പെട്ടെന്ന് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോകുമെന്ന് വിചാരിച്ചവരെല്ലാം രണ്ട് സയ്യിദന്മാരും അല്ലാഹു ഏറ്റവും അടുത്ത കുടുംബമാണ്, ഏറ്റവും അടുത്തവരാണ് റബ്ബേ. ഞങ്ങൾക്ക് ക്ഷമ നൽകണം റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ കുടുംബത്തിൽ ക്ഷമ നൽകണം റഹ്മാനെ. അല്ലാഹുവേ റഹ്മാനും റഹീമായ അല്ലാഹ്, നിന്റെ വിധികൾ അലംഘനീയമാണെന്ന് അറിയാം. എങ്കിലും അല്ലാഹുവേ, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനെ. ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണത്തിലൂടെ നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അല്ലാഹു, വലിയ സങ്കടകരമായ ഓർമ്മകൾ ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനെ. അല്ലാഹുവേ റഹ്മാനും റഹീമായ അല്ലാഹ്, ഞങ്ങളുടെ ആലിമീങ്ങളും പണ്ഡിതന്മാരും റബ്ബേ ആഫിയത്തുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഒരുപാട് കാലം അവരെ കീഴിൽ സന്തോഷത്തോടെ ഇൽമ നുകർന്ന് ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അല്ലാഹു, റൂഹി നീ പിടിക്കല്ല അല്ലാഹ്. ഒരുപാട് കാലം അവർക്ക് കീഴിൽ ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കും ദീനിനും പണ്ഡിതന്മാർക്കും ആലിമീങ്ങൾക്കും തങ്ങന്മാർക്കും അവർക്ക് തന്നെയാണ് ആകെയുള്ള തുണ. അല്ലാഹു, നിന്റെ ആലിമീങ്ങളെയും പണ്ഡിതന്മാരെയും നീ പെട്ടെന്ന് തിരിച്ചു പിടിക്കല്ല അല്ലാഹ്. അല്ലാഹു റഹ്മാനും റഹീമായ അല്ലാഹ്, ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെ
ഉമ്മമാരുടെ ഖബറിനെ സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പാക്കണം റഹ്മാനെ, അതിനെ വിശാലമാക്കണം റഹ്മാനെ. അല്ലാഹുവേ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടമുള്ള ഖബറാക്കണം റഹ്മാനെ. അല്ലാഹുവേ, മലക്കുകളുടെ സഹായമുള്ള ഖബറാക്കണം റഹ്മാനെ. എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ റബ്ബേ, മഹാന്മാരെ ബറക്കത്ത് കൊണ്ട്, ആലിമീങ്ങളെ ബറക്കത്ത് കൊണ്ട്, തഹ്ലീലിന്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ ചൊല്ലിയ സലാത്തിന്റെയും ദിക്റിന്റെയും യാസീന്റെയും ഖത്മിന്റെയും തഹ്ലീലിന്റെയും ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഖബറിനെ വിശാലമാക്കണം റഹ്മാനെ, സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പാക്കണം അല്ലാഹ്. ഒരു രീതിയിലും ഒരു ബുദ്ധിമുട്ടും വിഷമവും നീ കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, റഹ്മാനും റഹീമായ അല്ലാഹ്, ഞങ്ങളും ഒരു കാലത്ത് മരിക്കുമ്പോ റബ്ബേ, റൂഹിനെ പിടിക്കുന്ന സമയവും സാഹചര്യവും നല്ലതാക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് വീണ്ടും ദിക്ർ ചൊല്ലാനും യാസീൻ ഓതാനും തഹ്ലീൽ ചൊല്ലാനും നല്ല നല്ല ശിഷ്യന്മാരെയും കൂട്ടുകാരെയും പ്രവർത്തകരെയും നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, റഹ്മാനും റഹീമായ അല്ലാഹ്, അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കണം റഹ്മാനെ, നീ പുറത്ത് മാപ്പാക്കണം റഹ്മാനെ, നീ പുറത്ത് മാപ്പാക്കണം അല്ലാഹ്. അല്ലാഹുവേ, റഹ്മാനും റഹീമായ അല്ലാഹ്, അവരുടെ ജീവിതകാലത്ത് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് നന്മകളുണ്ട് അല്ലാഹുവേ. നാടിനും നാട്ടുകാർക്കും കൂട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബത്തിനും അല്ലാഹുവേ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്ത രണ്ട് സയ്യിദന്മാരാണ് അല്ലാഹുവേ. നീ സ്വീകരിക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം അല്ലാഹ്, നീ സ്വീകരിക്കണം അല്ലാഹ്. അവരുടെ വിടവ് നീ നികത്തണം റഹ്മാനെ. അല്ലാഹുവേ, പകരക്കാരായ ആലിമീങ്ങളെ നീ കൊണ്ടുവരണം റഹ്മാനെ, സയ്യിദന്മാരെ നീ കൊണ്ടുവരണം റഹ്മാനെ. നിന്റെ ദീനിന്റെ യശസ്സ് നീ ഉയർത്തണം റഹ്മാനെ. അല്ലാഹു, എവിടെയും നീ ഇടങ്ങാറിലാക്കല്ല അല്ലാഹ്, ബുദ്ധിമുട്ടിലാക്കല്ല അല്ലാഹ്. അല്ലാഹു, എല്ലാം സഹിക്കാനുള്ള ഖുവ്വത്തും ഹിമ്മത്തും ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ ആലിമീങ്ങളെ നീ പെട്ടെന്ന് തിരിച്ചു വിളിക്കല്ല റബ്ബേ. അല്ലാഹു, റഹ്മാനും റഹീമായ അല്ലാഹ്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരുപാട് സയ്യിദന്മാര്, ഒരുപാട് ആലിമീങ്ങൾ, ഒരുപാട് ഞങ്ങളെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ആളുകൾ റബ്ബേ ഇന്ന് ഖബറിലാണ്. അല്ലാഹുവേ, ആ ഖബറിനെ സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പാക്കണം റഹ്മാനെ. വിശിഷ്യ റഹ്മാൻ അല്ലാഹു റഹ്മാൻ റഹീമായ അല്ലാഹ്, ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ, നമ്മുടെ ഖുറാൻ തങ്ങൾ, അല്ലാഹുവേ, ഹാമിദ് കോയമ്മത്തങ്ങൾ, ഇങ്ങനെ വരുന്ന ഒരുപാട് സയ്യിദന്മാരെ ആലിമീങ്ങളും ഈ അടുത്ത കാലത്ത് വിട പറഞ്ഞു പോയ സയ്യിദന്മാരായ ആളുകളാണ് റബ്ബേ. നീ ആ ഖബർ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ, സന്തോഷമാക്കി കൊടുക്കണം റഹ്മാനെ. നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പാപ്പ സയ്യിദുൽ ഖാദിർ ബഅലവി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഉപ്പാപ്പാന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവിന്റെ സ്ഥാപനത്തെ സഹായിക്കുന്ന സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബേ, അവരെ നീ സഹായിക്കണം റഹ്മാനെ, നീ സ്നേഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാസം 313 രൂപ നൽകുന്ന ഒരുപാട് ആളുകൾ അല്ലാഹുവേ നീ സ്നേഹിക്കണം. നീ അവർക്കെല്ലാം ഖൈറും ബറക്കത്തും നീ ഏറ്റി കൊടുക്കണം അല്ലാഹ്. എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ റബ്ബേ, നീ ആ ബുദ്ധിമുട്ടും വിഷമം നീ അകറ്റി കൊടുക്കണം റഹ്മാനെ. എല്ലാ അസുഖത്തിൽ നിന്നും ആജിലായി ശിഫാ കൊണ്ട് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹു, ഒരു രീതിയിലും ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ, അപകടത്തിൽ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ചിന്തിച്ചിതറി മരണപ്പെട്ടു പോകുന്ന അവസ്ഥയെ ഉണ്ടാക്കി കളയല്ല അല്ലാഹ്. അല്ലാഹു, അടുത്ത് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബഷാർ ആദനിയുടെ ഭാര്യ അല്ലാഹുവേ സ്വാലിഹ, അല്ലാഹു ഖബറിനെ വിശാലമാക്കണം റഹ്മാനെ. ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥിനി കൂടിയാണ് അല്ലാഹുവേ, ഖബറിനെ സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പാക്കണം റഹ്മാനെ. ബഷാർ ആദനിക്ക് റബ്ബേ നീ ആഫിയത്തോടെ ദീർഘായുസ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഒരു അപകടത്തിലും ഞങ്ങൾ ആരെയും നീ പെടുത്തല്ല അല്ലാഹ്. അല്ലാഹു, ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെയും ഹദ്ദാദിന്റെയും നിസ്കാരത്തിന്റെയും എല്ലാത്തിന്റെയും ബറക്കത്ത് കൊണ്ട് റബ്ബേ, ഞങ്ങൾ ആരെയും നീ അപകടത്തിൽ പെടുത്തിക്കളയല്ല അല്ലാഹ്. മരണം വരെ ആഫിയത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഒരു മനുഷ്യനും ഒരാൾക്കും ഞങ്ങൾ ബാധ്യതയാക്കി കളയല്ല അല്ലാഹ്. അല്ലാഹുവേ, കടത്തോടെ നീ മരിപ്പിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് ഈ പാപികളായ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ പ്രിയപ്പെട്ട ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമ ബദ്റു സഅദ് റഈസുൽ ഉലമ അല്ലാഹുവേ, ജിഫ്രി തങ്ങൾ, ഇങ്ങനെ വരുന്ന ഒരുപാട് മഹത്തുക്കൾ റബ്ബേ, അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ സ്നേഹിച്ച സഹായിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് റബ്ബേ നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹു, ഞങ്ങൾ അത്രമാത്രം സ്നേഹിച്ചവരാണ്, സഹായിച്ചവരാണ്. ഞങ്ങളെ പൊന്നുപോലെ നോക്കിയ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ.
അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, ഞങ്ങളുടെ ആത്മാവാണല്ലോ റബ്ബേ ഉസ്താദുമാർ, ആലിമീങ്ങൾ റബ്ബേ, ആ ഉസ്താദുമാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിലെ കാരണവന്മാര്, ഞങ്ങളുടെ കുടുംബത്തിലെ ഒരുപാട് ആളുകൾ റബ്ബേ റഹ്മാൻ റഹീമായ അല്ലാഹ് ബീവിമാര് റബ്ബേ ആഫിയത്തോടെ ദീർഘായുസ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ എല്ലാ ദുആയും നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട സ്ഥാപനത്തിൽ പഠിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അല്ലാഹുവേ നല്ല അഖ്ലും ഫഹ്മും ഹിഫ്ളും നൽകണം റഹ്മാനെ. അവരുടെ ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണം റഹ്മാനെ. അവരെ കൊണ്ട് അഭിമാനിക്കാനുള്ള വകുപ്പ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ റഹ്മാനും റഹീമായ അല്ലാഹ്, ഞങ്ങളെ മരിക്കുന്ന സമയത്ത് ഈമാനോടെ നീ മരിപ്പിക്കണം അല്ലാഹ്, ഈമാനോടെ നീ മരിപ്പിക്കണം അല്ലാഹ്. ആഖിബത്ത് നീ മോശമാക്കി കളയല്ല അല്ലാഹ്. ഞങ്ങൾ ചെയ്ത പാപത്തിന്റെ കടുപ്പം കൊണ്ട് ഞങ്ങൾ ആഖിബത്ത് നീ മോശമാക്കി കളയല്ല അല്ലാഹ്. അല്ലാഹുവേ നല്ല രീതിയിൽ റാഹത്തോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗ്ഗം കണ്ടുകൊണ്ട് മരിക്കുന്നവർ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. കാഫിറായി ചത്തുപോകുന്ന അവസ്ഥ നീ ഉണ്ടാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ റഹ്മാനും റഹീമുമായ അല്ലാഹ്, ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് ആളുകൾ അല്ലാഹുവേ ആരൊക്കെയാണ് എന്ന് കൃത്യമായി ഓർമ്മ പോലും ഇല്ലല്ലോ അല്ലാഹ്. അല്ലാഹു നിനക്കെല്ലാം അറിയാം, നീ അറിയുന്നവരും കാണുന്നവരും കേൾക്കുന്നവരുമാണ് അല്ലാഹുവേ. മഹാന്മാരെ ബറക്കത്ത് കൊണ്ട്, അലിമീങ്ങളെ ബറക്കത്ത് കൊണ്ട്, സയ്യിദന്മാരെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ഓതി പഠിക്കുന്ന കിതാബിന്റെയും മുസന്നിഫീങ്ങളെയും ബറക്കത്ത് കൊണ്ട് അല്ലാഹു അവരെ മനസ്സിലുള്ള ഹലാലായ മുറാദിനെ ഹാസിലാക്കണം റഹ്മാനെ. അവരെ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്, അതൊക്കെ നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹു സ്ഥാപനത്തിൽ മാസാമാസം ഭക്ഷണം നൽകുന്ന ആളുകളുണ്ട്, നേർച്ചകൾ നൽകുന്നവരുണ്ട് റബ്ബേ. വലിയ തൗഫീഖുള്ള സ്ഥാപനമാണ്. പല പ്രശ്നങ്ങളും ഹാസിലായ ചരിത്രങ്ങളുണ്ട്. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം അല്ലാഹ്, നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ ഇന്ന് ഞങ്ങളെ മജ്ലിസ് കൂടാൻ കാരണക്കാരായ സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ, ഖുറാൻ തങ്ങൾ അല്ലാഹുവേ അവർക്ക് വേണ്ടി മരണത്തെ അവരുടെ ഖബറിന് വേണ്ടി ഇത്രയും പെട്ടെന്ന് ദുആ ചെയ്യാൻ അവസ്ഥ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടില്ല. എത്രയോ നേരത്തെ ആയിപ്പോയി എന്ന് വലിയ സങ്കടകരമായ ഓർമ്മയും ഞങ്ങൾക്കുണ്ട് റബ്ബേ. 58 വയസ്സ് പ്രായം മാത്രമാണ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾക്ക്. അല്ലാഹു ഖബറിനെ വിശാലമാക്കണം റഹ്മാനെ, വിശാലമാക്കണം അല്ലാഹ്, നീ വിശാലമാക്കണം അല്ലാഹ്. അല്ലാഹുവേ അവരുടെ വിടവ് നീ നികത്തണം റഹ്മാനെ. ഒരിക്കലും അവർക്കൊപ്പം ആവുകയില്ല എന്നറിയാം അല്ലാഹുവേ. എങ്കിലും അവരെ പോലെയുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാരെയും ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ഞങ്ങൾക്കും ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകണം റഹ്മാനെ. അല്ലാഹുവേ കുടുംബത്തിന് വലിയ ക്ഷമ നൽകണം റഹ്മാനെ, വലിയ ക്ഷമ നൽകണം അല്ലാഹ്. അല്ലാഹു വലിയ സങ്കടകരമായ സിറ്റുവേഷനിൽ കടന്നു പോവുകയാണ് അല്ലാഹുവേ. വലിയ റാഹത്ത് കൊടുക്കണം റഹ്മാനെ, സന്തോഷം കൊടുക്കണം റഹ്മാനെ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോട്ടമുള്ള ഖബറാക്കണം റഹ്മാനെ. അല്ലാഹുവേ റഹ്മാനും റഹീമായ അല്ലാഹ്, ഞങ്ങൾ മരിച്ചു കിടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ദിക്ർ ചൊല്ലാനും യാസീൻ ഓതാനും തഹ്ലീൽ ചൊല്ലാനും അല്ലാഹുവേ നല്ല നല്ല ശിഷ്യന്മാരെയും മക്കളെയും പ്രവർത്തകരെയും കൂട്ടുകാരെയും ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഞങ്ങൾ മയ്യത്തായി കിടക്കുന്ന സമയത്ത് ഞങ്ങൾക്കരികിൽ വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറയാൻ ഭാഗ്യമുള്ള നല്ല നല്ല മക്കളെയും കൂട്ടുകാരെയും പ്രവർത്തകരെയും ശിഷ്യന്മാരെയും ഞങ്ങൾക്ക് ഇത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ റഹ്മാനും റഹീമായ അല്ലാഹ്, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തർബിയത്ത് ലഭിക്കുന്നവർ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ സയ്യിദന്മാരുടെ ഇഷ്ടങ്ങൾ പോലെ ആഗ്രഹങ്ങൾ പോലെ നമ്മുടെ സ്ഥാപനത്തിനെ വിജയിപ്പിക്കണം റഹ്മാനെ. അവർക്കെല്ലാം സന്തോഷമാകുന്ന രീതിയിൽ വലിയ വിജയം നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അവരോട് പറഞ്ഞതുപോലെ അവരൊക്കെ നമുക്ക് പൊരുത്തുന്നത് പോലെ അല്ലാഹുവേ വലിയ വിജയകരമായ സ്ഥാപനം ഇൻഷാ അല്ലാഹ് പുതിയ രീതിയിൽ ആരംഭിച്ച് വലിയ റാഹത്തോടുകൂടെ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. സ്ഥാപനം തുടങ്ങിയിട്ട് ഇന്ന് വരെ ഒരിക്കൽ പോലും മുടക്കാത്ത അസ്മാഉൽ ബദർ മജ്ലിസ് അല്ലാഹുവേ സ്വീകരിക്കണം റഹ്മാനെ. അതിന്റെ ബറക്കത്തോടെ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണം റഹ്മാനെ. ഞങ്ങൾ ഒത്തൊരുമിച്ച് നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾ പഠിക്കുന്ന ഇൽമു റബ്ബേ നാഫിയ ഇൽമാക്കണം റഹ്മാനെ. പഠിപ്പിച്ചു കൊടുക്കുന്ന ഇൽമും നാഫിയാക്കണം റഹ്മാനെ. അല്ലാഹുവേ റഹ്മാനും റഹീമായ അല്ലാഹ്, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്ന മജ്ലിസ് ആക്കണം റഹ്മാനെ. അല്ലാഹുവേ റഹ്മാനും റഹീമായ അല്ലാഹ്, ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വലിയ ഫത്ഹ് നീ കൊടുക്കണം റഹ്മാനെ, വലിയ വിജയം കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി ഓടുന്ന സഅയക്ക് നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹു എല്ലാ കാര്യവും നീ വിജയിപ്പിക്കണം റഹ്മാനെ. അല്ലാഹു ഒരുപാട് ആളുകൾ സയ്യിദന്മാരുടെ പേരിൽ നിസ്കരിച്ച ആളുകളുണ്ട്.
തഹ്ലീലുകളും ഖത്മുകളും ദുആകളും സ്വലാത്തുകളൊക്കെ ഹദിയ ചെയ്ത് റബ്ബേ നീ സ്വീകരിക്കണം റഹ്മാനെ. അതൊക്കെ ഖബറിൽ എത്തിച്ചിട്ട് ആ ഖബറിനെ വിശാലമാക്കണം റഹ്മാനെ. സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണം അല്ലാഹുവേ. എല്ലാ രീതിയിലും നീ സന്തോഷം കൊടുക്കണം റഹ്മാനെ. സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നീ കൊടുക്കണം റഹ്മാനെ. അവരുടെ ഹഖ് ജാഹ് ബറകത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെയും നീ വിജയിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെയും നീ വിജയിപ്പിക്കണം ഞങ്ങളെയും നീ വിജയിപ്പിക്കണം അല്ലാഹുവേ. അവരുടെ സങ്കടം ഞങ്ങളുടെ കുടുംബത്തിലുള്ള സങ്കടങ്ങളും ബുദ്ധിമുട്ടും വിഷമങ്ങളും എല്ലാ രീതിയിലും നീ മാറ്റിത്തരണം റഹ്മാനെ. അല്ലാഹുവേ, ശാരീരിക മാനസിക പൈശാചിക രോഗത്തിൽ നിങ്ങളെയൊക്കെ നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ രീതിയിലും എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന മനസ്സും കൂവത്തും ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ വിധി അലംഘനീയമാണ്. പക്ഷെ എങ്കിലും പല കാര്യങ്ങളും സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്താണോ എന്ന് ഭയന്നു പോകുന്നുണ്ട് അല്ലാഹുവേ. റഹ്മാനും റഹീമായ അല്ലാഹ് ഞങ്ങളുടെ മനസ്സിന് വലിയ കൂവത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. ഇരിക്കുന്ന ചെറിയ മക്കളെ ബറക്കത്ത് കൊണ്ട് ഉള്ളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, കിതാബുകളും ഹദീസുകളും പഠിക്കുന്ന ഖുർആൻ പഠിക്കുന്ന മക്കളെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ആലിമീങ്ങളെയും സയ്യിദന്മാരെയും അസ്മാഉൽ ബദറിന്റെയും ബറക്കത്ത് സ്വീകരിക്കണം റഹ്മാനെ. വിശിഷ്യ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങൾ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നീ റാഹത്തിലാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ പരീക്ഷിക്കല്ല ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല അല്ലാഹുവേ, ഞങ്ങൾ നല്ല റാഹത്തോടെ നീ മരിപ്പിക്കണം റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവിന്റെ ദുആ നീ സ്വീകരിക്കണം നീ സ്വീകരിക്കണം നീ സ്വീകരിക്കണം റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറ ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. പ്രിയമുള്ളവരെ, രണ്ട് സയ്യിദന്മാർക്ക് വേണ്ടിയിട്ടും ഖുറാത്തങ്ങൾക്ക് വേണ്ടിയിട്ടും വളപട്ടണം ഖാദി സയ്യിദ് അഹ്മദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രത്യേകം ദുആ ചെയ്യണം. രണ്ടാളുകളും ഏറ്റവും അടുത്ത കുടുംബക്കാരാണ്. ഏറ്റവും അടുത്ത കുടുംബക്കാരെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എല്ലാ രീതിയിലും ഞങ്ങളുമായി വളരെയധികം ബന്ധമുള്ളവരാണ്. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നവരാണ്. ഒരിക്കലും മറക്കാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷെ ഇൻഷാ അല്ലാഹ് അവരൊക്കെ നമ്മുടെ കൂടെ തന്നെയുണ്ട്. എല്ലാ രീതിയിലും അവരുടെ സഹായം നമുക്കുണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്. അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. എന്നും ദുആ ചെയ്യണം. ആരും മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടി ഒരു തഹ്ലീലുകളും യാസീനുകളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് അറിയിച്ച് നമുക്ക് അവർക്ക് വേണ്ടി ഇനിയും 40-ാം ദിവസം ആത്മാർത്ഥമായ വലിയൊരു പരിപാടി സംഘടിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അവരെ ഖബർ അല്ലാഹു വിശാലമായി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും.